ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമായണം കഥ ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. കിഷ്കിന്ധാകാന്ഡം എന്ന ഭാഗത്തിൽ വിനതപ്രേഷണം എന്ന ഭാഗമാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ലക്ഷ്മണൻ്റെ ആഗ്രഹമനുസരിച്ച് സുഗ്രീവൻ രാമസന്നിധിയിലേക്ക് പള്ളിത്തേരിൽ കയറി യാത്ര തിരിച്ചു. കൂടെ ലക്ഷ്മണനും തേരിൽ കയറി. തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന സുഗ്രീവനെയും സുശക്തമായ വാനരപ്പടയെയും കണ്ട് രാമൻ ഹർഷപുളകിതനായി. സുഗ്രീവനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ആശ്ലേഷിച്ചു. ധർമ്മത്തെ മറന്ന് സുഖിച്ചു കഴിയുന്നവൻ വൃക്ഷക്കൊമ്പിൽ കിടന്നുറങ്ങുന്നവനെ പോലെയാണെന്ന് രാമൻ സുഗ്രീവനെ ഓർമ്മിപ്പിച്ചു. തങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാമെന്നും അതിനായി ഉറ്റവരുമായി നമുക്ക് ആലോചിക്കേണ്ടതുണ്ടെന്നും രാമൻ സുഗ്രീവനോട് ഉണർത്തിച്ചു. ഭയഭക്തി ബഹുമാനങ്ങളോടെ ഒതുങ്ങി നിന്ന സുഗ്രീവൻ രാമനെ പ്രശംസിച്ചു. അങ്ങയുടെ ശക്തി കൊണ്ട് മാത്രമാണ് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനായത്. അതിന് പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. വാനരപ്പട മുഴുവൻ വന്നു ചേർന്നാൽ ഉടനെ രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കാം. മിത്രത്തിന് സഹായം നൽകുന്നത് സൂര്യൻ ഇരുട്ടുമറിക്കുന്നത് പോലെയാണെന്ന് രാമൻ മറുപടിയായി പറഞ്ഞു. അവർ സംസാരിക്കുന്നതിനിടയിൽ വനത്തെ ഞെട്ടി വിറപ്പിച്ചുകൊണ്ട് 4 ഭാഗത്തു നിന്നും ആരവം കേട്ടു തുടങ്ങി. ആ വലിയ വനമാകെ ഇളക്കി മറിച്ചുകൊണ്ട് എണ്ണിയാലൊടുങ്ങാത്തത്ര വാനരപ്പടകൾ വന്നെത്തി തുടങ്ങി. കോടിക്കണക്കിന് വരുന്ന വാനരന്മാർ സുഗ്രീവൻ്റെ മുന്നിൽ വണങ്ങി നിന്നു. ആയിരക്കണക്കിന് വരുന്ന നായകന്മാരെ വിളിച്ച് സൈന്യത്തെ അതാതു സ്ഥലങ്ങളിൽ ഒതുക്കി നിർത്താൻ സുഗ്രീവൻ കൽപ്പന നൽകി. അതിനുശേഷം ആ വാനരപ്പടയുടെ കരുത്തിനെക്കുറിച്ച് സുഗ്രീവൻ വിശദമാക്കി. മാത്രമല്ല, രാമൻ തന്നെ അവർക്ക് വേണ്ട കൽപ്പന നൽകണമെന്നും അപേക്ഷിച്ചു. സീത ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞു വരാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയാൽ മതിയെന്ന് രാമൻ സുഗ്രീവനോട് പറഞ്ഞു. ഇതു കേൾക്കാത്ത താമസം വിനതൻ എന്ന വാനരനായകനെ വിളിച്ച് കിഴക്കേ ദിക്കിലേക്ക് യാത്ര ചെയ്ത് രാവണൻ്റെ സങ്കേതം കണ്ടെത്തണമെന്ന് സുഗ്രീവൻ ആജ്ഞാപിച്ചു. പോകും വഴിയോ രാവണ സവിധത്തിലോ സീതാദേവിയുണ്ടോ എന്ന വിവരം കണ്ടെത്തി മടങ്ങി എത്തണമെന്ന് സുഗ്രീവൻ കൂട്ടിച്ചേർത്തു. മലകളിലും കാടുകളിലും ഗുഹകളിലും എല്ലായിടത്തും വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. യവദ്വീപിലും ശിശിരാചലത്തിലും അന്വേഷിക്കണം. കടലിൻ്റെ നടുക്കുള്ള ദ്വീപുകളിൽ നിഴലിൽ പിടിച്ചു വലിക്കാൻ ശക്തിയുള്ള രാക്ഷസന്മാരുണ്ട്. അവരുടെ കയ്യിൽപ്പെടാതെ സൂക്ഷിച്ച് യാത്ര ചെയ്യണം. ചെങ്കടൽ തീരത്ത് ഋഷഭം എന്നൊരു മലയുണ്ട്. അവിടെ സുദർശനം എന്ന തടാകം കാണാം. മറുകരയിൽ വലിയൊരു മാമലയുമുണ്ട്. അവിടെയാണ് 1000 ഫണങ്ങളുള്ള അനന്തൻ വാഴുന്നത്. അതു കഴിഞ്ഞാൽ ഉദയപർവ്വതമായി. അവിടെ സൗമനസം എന്ന ഒരു കൊടുമുടിയുണ്ട്. ആ കൊടുമുടിയിലാണ് വാമനൻ ആദ്യ പാദം ചവിട്ടിയത്. 2ാം പാദം ചവിട്ടിയത് മഹാമേരുവിൻ്റെ ഉച്ചിയിലാണ്. അവിടെ 2ഇടത്തും രാവണനെ അന്വേഷിക്കണം. ഉദയഗിരി വരെ അന്വേഷിക്കാനായി വിനതനെയും സേനയെയും ഏർപ്പെടുത്തിയ ശേഷം സുഗ്രീവൻ പറഞ്ഞു, 30 ദിവസത്തിനുള്ളിൽ അന്വേഷണം കഴിഞ്ഞ് മടങ്ങിയെത്തണം. താമസിച്ചു പോയാൽ എല്ലാവരെയും കൊന്നുകളയും. സീതയെ കണ്ടുവരുന്നവർക്ക് വിലമതിക്കാനാവാത്തത്ര സമ്മാനങ്ങൾ നൽകും. വിനതനെ അയച്ച ശേഷം ഹനുമാൻ, ജാമ്പവാൻ, ഗവയൻ, ഗവാക്ഷൻ, മൈന്ദൻ, അങ്കദൻ എന്നീ വാനരപ്രമുഖന്മാരെ സുഗ്രീവൻ അടുത്തു വിളിച്ചു. അവരോട് തെക്കേ ദിക്കിലേക്ക് സീതാന്വേഷണത്തിനായി പുറപ്പെടാൻ കൽപ്പിക്കുകയും ചെയ്തു. വിനതനോട് പറഞ്ഞ പോലെ തന്നെ യാത്ര ചെയ്യേണ്ട വഴിയും
പ്രതിബന്ധങ്ങളും ഇവരോടും വിശദമായി പറഞ്ഞു കൊടുത്തു. വിദ്യാപർവ്വതം കടന്ന് ദണ്ഡകാരണ്യത്തിൽ എത്തണമെന്നും അവിടെ ഗോദാവരി തടം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിച്ചു. തെക്കൻ പ്രദേശത്തുള്ള എല്ലാ രാജ്യങ്ങളിലും അന്വേഷണം നടത്തണം. പശ്ചിമ പർവ്വതത്തിലെ വനങ്ങളും മഹാഗിരിയും കടന്നാൽ സഹ്യപർവ്വതത്തിലെത്തും. അവിടെ അഗസ്ത്യമുനിയുടെ ആശ്രമമുണ്ട്. അദ്ദേഹത്തെ ചെന്ന് കണ്ടതിനു ശേഷം താമ്രപർണി നദിയുടെ മറുകരയെത്തണം. അതാണ് പാണ്ഡ്യരാജ്യം. അതിനപ്പുറം മഹാസമുദ്രമാണ്. ആ സമുദ്രത്തിൽ നിഴൽ പിടിച്ചു നിർത്തുന്ന ഒരു രാക്ഷസിയുണ്ട്. അഗസ്ത്യമുനി താമസിച്ചിരുന്ന മഹേന്ദ്രപർവ്വതം അതിൻ്റെ ഒത്ത നടുവിലാണ്. അത് കഴിഞ്ഞാൽ 100 യോജന വിസ്തീർണമുള്ള ഒരു ദ്വീപുണ്ട്. സാധാരണക്കാർക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയുകയില്ല. പക്ഷേ സീതാന്വേഷണത്തിന് പോകുന്നവർ നിശ്ചയമായും അവിടെ പോയേ കഴിയൂ എന്ന് കൽപ്പിച്ചു. അതാണ് രാവണൻ്റെ സങ്കേതമായ ലങ്ക. അത് കഴിഞ്ഞാൽ ഋഷഭാചലം കാണാം. അവിടുത്തെ ചന്ദനക്കാടുകളിൽ കയറി നാശമുണ്ടാക്കരുതെന്നും ഗന്ധർവന്മാരെ ഉപദ്രവിക്കരുതെന്നും സുഗ്രീവൻ ഉപദേശിച്ചു. അത് കടന്നു ചെന്നാൽ പിന്നെ മറുകര എത്താൻ കഴിയാത്ത പിതൃലോകമാണ്. അവിടേക്ക് പോകേണ്ട ആവശ്യമില്ലെന്ന് സുഗ്രീവൻ പറഞ്ഞു. വിനതനോട് പറഞ്ഞതുപോലെ തന്നെ 30 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തണമെന്നും ഇല്ലെങ്കിൽ വധശിക്ഷ തന്നെയെന്നും സുഗ്രീവൻ ആജ്ഞ നൽകി. ഹനുമദ്ദാദികളെ യാത്രയാക്കിയ ശേഷം ബഹുമാന്യനായ സുശേഷണൻ്റെ മുമ്പിലെത്തി സുഗ്രീവൻ പടിഞ്ഞാറേ ദിക്കിലേക്ക് സീതാന്വേഷണത്തിനായി പോകണമെന്ന് ആജ്ഞാപിച്ചു. സൗരാഷ്ട്രം തുടങ്ങിയ സ്ഥലങ്ങളും കടന്ന് പടിഞ്ഞാറേ തീരത്തെത്തണം. അവന്തി, അംഗലോകം എന്നീ രാജ്യങ്ങളിൽ മുഴുവൻ സീതയെ തേടണം. സിന്ധു നദി കടലിൽ പതിക്കുന്ന സ്ഥലത്തുള്ള മഹാദ്രിയിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അതിനടുത്തായി ഗന്ധർവന്മാർ താമസിക്കുന്ന ഒരു കൊടുമുടിയുണ്ട്. അവിടെ നിന്ന് ഒന്നും തന്നെ ഭക്ഷിക്കരുതെന്ന് വാനര ചക്രവർത്തി ഓർമ്മിപ്പിച്ചു. അത് കടന്ന് ചക്രമലയിൽ ചെല്ലുക. പിന്നീട് വരാഹം എന്ന മല കടക്കുക. അവിടെ പ്രാഗ് ജ്യോതിഷം എന്ന മഹാനഗരമുണ്ട്. താരകാസുരനാണ് അതിൻ്റെ അധിപൻ. ദേവന്മാർ ഇന്ദ്രനെ അഭിഷേകം ചെയ്ത മല അതിന് തൊട്ടടുത്തായി കാണാം. പിന്നെ മഹാമേരു, അതിനെ തുടർന്ന് അസ്തമന പർവ്വതത്തിലും അരുണദേവൻ്റെ ഗൃഹത്തിലും എത്തും. അസ്തമന പർവ്വതത്തിനപ്പുറം കൂറ്റാകൂറ്റി ഇരുട്ടാണ്. അവിടേക്ക് പോയിട്ട് കാര്യമില്ല. സുശേഷണനോടും 1 മാസത്തിനുള്ളിൽ മടങ്ങിയെത്തണമെന്ന് സുഗ്രീവൻ ആജ്ഞാപിച്ചു. തുടർന്ന് ശതബലിയെ വിളിച്ച് വടക്ക് ഹിമാലയം വരെ പോയി അന്വേഷണം നടത്താൻ കൽപ്പന പുറപ്പെടുവിച്ചു. നിശ്ചിത സമയത്തിനുള്ളിൽ സീതയെ കണ്ട് മടങ്ങിയെത്തുന്നവരെ മഹാഭാഗ്യമാണ് കാത്തിരിക്കുന്നതെന്നും ഓർമ്മിപ്പിച്ചു. വടക്ക് രാജ്യങ്ങളിലെല്ലാം അന്വേഷണം നടത്തി ഹിമാലയത്തിലേക്ക് കടക്കണം. കാളാചലത്തിലേക്ക് പിന്നീട് പ്രവേശിക്കാം. സുദർശന പർവ്വതവും ദേവസഖവും കടന്നാൽ മരുഭൂമിയിലെത്താം. അത് കഴിഞ്ഞാൽ കൈലാസമായി. അങ്ങനെ യാത്ര തുടർന്നാൽ ഉത്തരസാഗര തീരത്തെത്തും. അവിടെ കടലിൻ്റെ നടുവിലായി സോമഗിരിയുണ്ട്. അവിടെയാണ് ത്രിമൂർത്തികൾ വസിക്കുന്നത്. അവിടേക്ക് ആർക്കും എത്തിപ്പെടാൻ കഴിയുകയില്ല എന്നിങ്ങനെ ശതബലിക്ക് വേണ്ട നിർദ്ദേശവും സുഗ്രീവൻ കൊടുത്തു. അടുത്ത ഭാഗം അങ്കുലീയ ദാനം. നാനാ ദിക്കിലേക്കും സീതയെ അന്വേഷിക്കുന്നതിനായി വാനരന്മാരെ നിയോഗിച്ചതിനു ശേഷം സുഗ്രീവൻ ഹനുമാനെ അടുത്തു വിളിച്ചു. ഹനുമാൻ, അങ്ങ് പിതാവിനെ പോലെ തന്നെ ശക്തനാണ്. മാത്രമല്ല പിതാവിൻ്റെ അത്ര വേഗത്തിൽ സഞ്ചരിക്കാനോ നിനക്ക് കഴിയും. ധർമ്മബോധവും ബുദ്ധിയും നിനക്കേറെയുണ്ട്. എൻ്റെ ആഗ്രഹം സഫലമാക്കാൻ നിന്നെ കൊണ്ടേ കഴിയൂ. അതുകൊണ്ട് സീതയെ കണ്ടുപിടിക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്തവും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അത് കേട്ട് ശ്രീരാമൻ ഹനുമാൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയേക്കാമെന്ന് തോന്നി. രാമൻ ഹനുമാനെ അടുത്തു വിളിച്ച് അനുഗ്രഹിച്ചു.
തൻ്റെ വിരലിൽ അണിഞ്ഞിരുന്ന മോതിരം ഊരിയെടുത്ത് ഹനുമാന് നൽകി. ഹനുമാനാകട്ടെ ഭക്തി ആദരപൂർവം അത് നെറുകയിൽ ചേർത്തു. പിന്നീട് രാമൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. നാനാ ദിക്കിലേക്കും വാനരന്മാർ പ്രയാണം ആരംഭിച്ചു. കാട് ഇളക്കിമറിച്ച് അവർ യാത്രയായി. അവർക്കോരോരുത്തർക്കും നൽകിയിരിക്കുന്ന ദിക്കിലേക്ക് കഴിയും വേഗം യാത്ര ചെയ്തു. സുഗ്രീവൻ്റെ ഭൂമിയെക്കുറിച്ചുള്ള ജ്ഞാനം രാമനെ അത്ഭുതപരതന്ത്രനാക്കി. ഈ നാടായ നാടുകളെക്കുറിച്ചെല്ലാം എങ്ങനെയാണ് സുഗ്രീവന് ജ്ഞാനമുണ്ടായതെന്ന് രാമൻ ആരാഞ്ഞു. സുഗ്രീവൻ ആ കഥ വിശദമാക്കി. ദുന്ദുബിയും ബാലിയും തമ്മിലുണ്ടായ പോരിനെക്കുറിച്ചും ഗുഹയിൽ കയറിയ ബാലി മരിച്ചുവെന്ന് കരുതി താൻ മടങ്ങിയതും സുഗ്രീവൻ ഓർമ്മിച്ചു. കുറേ കാലം താരയോടും രുമയോടും ഒന്നിച്ച് നാടുവാഴുകയും ചെയ്തു. കാലം ഏറെ ചെന്നതിനു ശേഷമാണ് ബാലി മടങ്ങി വന്നത്. പിന്നീട് ബാലി സുഗ്രീവനെ ഓടിച്ചത് തുടങ്ങിയ കഥകളെല്ലാം വീണ്ടും സുഗ്രീവൻ പറഞ്ഞു. ബാലിയെ പേടിച്ച് താൻ പോകാത്ത നാടുകളില്ലെന്നും സുഗ്രീവൻ വെളിപ്പെടുത്തി. എവിടെയെങ്കിലും അഭയം കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ ലോകത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും താൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതുമൂലമാണ് തനിക്ക് ഭൂപ്രദേശങ്ങളെക്കുറിച്ച് ഇത്രമാത്രം അറിവുണ്ടായതെന്ന് സുഗ്രീവൻ പറഞ്ഞു. ഏറ്റവും ഒടുവിലാണ് ഋഷ്യമൂകാചലത്തിൽ പോയാൽ രക്ഷ നേടാൻ കഴിയുമെന്ന് സുഗ്രീവനെ ഹനുമാൻ അറിയിച്ചത്. മാതംഗ മഹർഷിയുടെ ശാപം മൂലം ബാലിക്ക് അവിടെ പ്രവേശിക്കുക സാധ്യമല്ലല്ലോ. അന്നു മുതലാണ് താൻ അവിടെ താമസമാക്കിയതെന്നും സുഗ്രീവൻ പറഞ്ഞു. പ്രാണരക്ഷാർത്ഥം അന്ന് ലോകം ചുറ്റി നടന്നത് ഇന്ന് പ്രയോജനപ്പെട്ടു എന്ന് സുഗ്രീവൻ സ്മരിച്ചു. അടുത്ത ഭാഗം സ്വയം പ്രഭാ ദർശനം. തെക്കേ ദിക്കിലേക്ക് പോയ സംഘമൊഴിച്ചുള്ള 3 കൂട്ടരും നിരാശയോടെ മടങ്ങിയെത്തി. പക്ഷെ ഹനുമാനും കൂട്ടരും അന്വേഷണം നിർത്താൻ കൂട്ടാക്കിയില്ല. അവർക്ക് ഇതുവരെയും സീതയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. അവർ മാനസികമായി തളർന്നു. ഇത് മനസ്സിലാക്കിയ അംഗദൻ അവർക്ക് ധൈര്യം പകർന്നു കൊടുത്തു. നമുക്ക് കൂട്ടായി പരിശ്രമിക്കാമെന്ന് അംഗദൻ്റെ ഉപദേശമനുസരിച്ച് അവർ വിദ്യാപർവ്വതം മുഴുവൻ തിരഞ്ഞു. ആ തിരച്ചിലിനിടയിൽ ഋഷിബിലം എന്നൊരു ഗുഹ അവർ കണ്ടെത്തി. ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഹംസങ്ങളും ചക്രവാക പക്ഷികളും പറന്നു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ നിന്നൊഴുകി വന്ന സുഗന്ധിയായ തണുത്ത കാറ്റ് അവർക്കൊരൽപ്പം ആശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്തു. ദാഹിച്ച് വലഞ്ഞിരുന്ന വാനരന്മാർ ഉള്ളിൽ ജലാശയമുണ്ടെന്നുറപ്പിച്ച് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു. ഇരുണ്ട ഗുഹയ്ക്കുള്ളിലൂടെ അല്പദൂരം ചെന്നപ്പോഴേക്കും പ്രകാശം നിറഞ്ഞ ഒരു വെളിംപ്രദേശത്തിൽ അവരെത്തി. അവിടെ പൂക്കൾ നിറഞ്ഞ ഒരു ഉദ്യാനം ഉണ്ടായിരുന്നു. വിശാലമായ മണിമന്ദിരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആകെ കൂടി സമൃദ്ധമായ ഒരന്തരീക്ഷം. വിലപിടിപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തു വെച്ചിരിക്കുന്നു. ഇവയെല്ലാം കണ്ട് കണ്ണം മിഴിച്ചു നിന്ന വാനരന്മാരുടെ ഇടയിലേക്കാണ് മാൻതോലും മരവുരിയും ധരിച്ച ഒരു താപസി പ്രത്യക്ഷപ്പെട്ടു. ആ താപസിയെ കണ്ട് അവരാരെന്നറിയാൻ മോഹമുണ്ടെന്ന് ഹനുമാൻ ഉണർത്തിച്ചു. അതു കേട്ട താപസി ഇങ്ങനെ പറഞ്ഞു. പണ്ട് അസുരന്മാരുടെ ശില്പിയായ മയൻ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. തപസ് ചെയ്ത് അദ്ദേഹം ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ശുക്രമുനിയുടെ ജ്ഞാനം തനിക്ക് ശാസ്ത്ര കാര്യങ്ങളുണ്ടാകണമെന്ന് മയൻ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. അങ്ങനെ നേടിയ വരം കൊണ്ട് മയൻ നിർമ്മിച്ചതാണ് ഈ കാണുന്നതെല്ലാം. വളരെ കാലം ഇവിടെ താമസിച്ചിരുന്ന അദ്ദേഹത്തിന് ഒരു അബദ്ധം പിണഞ്ഞു. മയൻ ഹേമയിൽ അനുരക്തനായി. ഇതറിഞ്ഞ ഇന്ദ്രന് കോപം സഹിക്കാൻ കഴിഞ്ഞില്ല. ഇന്ദ്രൻ മയനോട് ഏറ്റുമുട്ടി. ആ യുദ്ധത്തിൽ മയൻ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇവിടം ഇന്ദ്രൻ്റെ അധീനതയിലാണ്. ഇന്ദ്രൻ ഇത് ഹേമയ്ക്ക് ദാനമായി നൽകി. ഹേമയുടെ ആത്മസഖിയായ സ്വയം പ്രഭയാണ് ഞാൻ. ഈ സ്ഥലം കാത്തുരക്ഷിക്കുന്നത് ഇപ്പോൾ ഞാനാണ്. സ്വയം പ്രഭ പിന്നീട് വാനരന്മാർക്ക് വയറു നിറയെ ഭക്ഷണം നൽകി. പിന്നീട് അവരുടെ ആഗമനോദ്ദേശത്തെക്കുറിച്ച് അന്വേഷിച്ചു. തങ്ങളുടെ ദൗത്യമെന്തെന്ന് ഹനുമാൻ സ്വയം പ്രഭയെ പറഞ്ഞ് മനസ്സിലാക്കി. സുഗ്രീവൻ
അനുവദിച്ചിരിക്കുന്ന കാലാവധി കഴിഞ്ഞ കാര്യവും ഹനുമാൻ സൂചിപ്പിച്ചു. കഴിയും വേഗം തങ്ങൾക്ക് ഗുഹയ്ക്ക് പുറത്ത് കടക്കണമെന്നും പറഞ്ഞു. അപ്പോഴാണ് സ്വയംപ്രഭ ഒരു കാര്യം ഉണർത്തിച്ചത്. ഈ ഗുഹയ്ക്കുള്ളിൽ കടന്നാൽ ജീവനോടെ പുറത്തിറങ്ങുക സാധ്യമല്ലെന്ന അറിവ് വാനരന്മാരെ ഞെട്ടിച്ചു. പക്ഷേ അവരെ രക്ഷിക്കാമെന്ന് സ്വയംപ്രഭ വാക്കു നൽകി. അല്പനേരം കണ്ണടച്ചു നിൽക്കാൻ അവരോട് താപസി ആവശ്യപ്പെട്ടു. പിന്നീട് അവർ കണ്ണു തുറന്നപ്പോൾ തങ്ങൾ പുറത്തു നിൽക്കുന്നതായി കണ്ട് അവർ സന്തോഷിച്ചു. എല്ലാം നന്മയും നേർന്ന ശേഷം താപസി അപ്രത്യക്ഷയായി. ഹനുമാനും കൂട്ടുകാർക്കും മടങ്ങിപ്പോകാൻ യാതൊരു നിവൃത്തിയുമില്ല. 1 മാസം കഴിഞ്ഞ് മടങ്ങിച്ചെന്നാൽ സുഗ്രീവൻ അവരെ വധിക്കും. അതുകൊണ്ട് ആത്മാഹൂതി ചെയ്യുവാൻ അവർ തീരുമാനിച്ചു. അംഗദനാകട്ടെ ഗുഹയിലേക്ക് മടങ്ങി സസന്തോഷത്തോടെ ജീവിച്ചാലോ എന്ന് അഭിപ്രായപ്പെട്ടു. പക്ഷേ രാജഹിതത്തിനെതിരെ നിൽക്കാൻ ഹനുമാൻ കൂട്ടാക്കിയില്ല. ഈ സമയം അംഗദൻ സുഗ്രീവൻ ധർമ്മിഷ്ഠനല്ലെന്നും ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ ഭാര്യയായി സ്വീകരിക്കുകയില്ലായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. എന്തായാലും ആഹാരനീഹാരാദികൾ കഴിക്കാതെ ദർഭ വിരിച്ച് അതിൽ കിടന്ന് ജീവൻ വെടിയാൻ അവർ സന്നദ്ധരായി. അടുത്ത ഭാഗം സമ്പാദി സംവാദം. ആ ഭാഗം നാളെ വായിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.